ഞാനും ആര്യനും ഒന്ന് പുറത്തു പോയിട്ട് വരാട്ടോ. വേറെ എങ്ങോട്ടും അല്ല, ആര്യൻ്റെ ബുക്സ് എത്തിയിട്ടുണ്ട് സ്കൂളിൽ. അപ്പം അത് വാങ്ങാനാണ്. 2 ദിവസം മുമ്പ് ഇതുപോലൊരു ബുക്ക് ഞാൻ പോയതാണ് റേനുവിൻ്റെ വാങ്ങാൻ. സ്കൂൾ തുറക്കാനായില്ലേ, ഇനി ഇതൊക്കെ തന്നെ പണി. ഇനി ബാഗ്, ബോട്ടില്, പെന്ന്, പെൻസില്, ബോക്സ്, ഇനി എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനിരിക്കണല്ലേ. അങ്ങനെ സ്കൂളിലെത്തി. അന്നത്തെ പോലെ ടിക്കറ്റിനൊരു പെന്നും ഒരു പേപ്പറും തന്നിട്ടുണ്ട്. അങ്ങനെ ബുക്സും യൂണിഫോമും വാങ്ങാനുണ്ട് ആര്യന്. അതൊക്കെ വാങ്ങി സഞ്ചിയിലാക്കി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈവനിങ് ആയപ്പോൾ ജുബിൻ, ജിനും, ജാൻവിയും ഒക്കെ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോയി. സത്യം പറഞ്ഞാൽ അതൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ ഒന്ന് ജസ്റ്റ് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇന്ന് സുജീൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസം തന്നെയാണ് കേട്ടോ. അത് തീർന്നിട്ടില്ല. അപ്പോൾ മധുരപ്രിയനായ സുജിക്ക് ഇച്ചിരി പായസം ഉണ്ടാക്കാൻ വേണ്ടി കയറിയതാണ് ഞാൻ. അതൊക്കെ ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതും ഒരു കോള്. കാക്കയാണ് വിളിച്ചത്. ഓൻ കോഴിക്കോട് വേറൊരു ആവശ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വേഗം വായോ, ഇവിടെ സുജീൻ്റെ കേക്കും ഉണ്ട്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ പായസം ഉണ്ട്. എനിക്ക് സുജിക്ക് അത് കൊടുക്കുന്നതിന് മുന്നേ ഒരു പരീക്ഷണ വസ്തുവിനെ കിട്ടിയ സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന പാടെ കേക്കും കൊടുത്ത് അടുത്തതായിട്ട് പായസം കൊടുക്കുകയാണ്. പായസം കുടിച്ചതോ അവൻ്റെ മുഖം അങ്ങോട്ട് തെളിഞ്ഞു. അപ്പോൾ അവന് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നാണ് എൻ്റെ മനസ്സിൽ. പിന്നെ അത് പുറത്ത് കാണിക്കാതെ അത് അങ്ങനെയല്ലേ വരൂ, ഞാനല്ലേ ഉണ്ടാക്കിയത് എന്ന് ഞാൻ അങ്ങോട്ട് കാച്ചി. അങ്ങനെ ഒരു 1/4 മണിക്കൂർ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് ഓനെ ഇറങ്ങുകയാണ് കേട്ടോ തിരിച്ച് മഞ്ചേരിക്ക്. ഇന്ന് സുജിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സുജി പുറത്തൊക്കെ കൊണ്ടുപോകുന്ന ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചു. പക്ഷെ സുജിക്ക് ഇത് ബർത്ത്ഡേ മാത്രമല്ല, ഭയങ്കര ഒരു ബിസി ഡേയും കൂടി ആയതുകൊണ്ട് അതൊന്നും നടന്നില്ല. അപ്പൊ പിന്നെ ഞാനും മകളും ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ഓർഡർ ചെയ്തു പിസ്സ. അതും വെറും പിസ്സ അല്ല, പാർട്ടി പിസ്സ, ബിഗ് പിസ്സ അങ്ങോട്ട് ഓർഡർ ചെയ്തു. അതങ്ങോട്ട് തീരുന്നവരെ ഞങ്ങൾക്കൊരു വിശ്രമം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നല്ല യമ്മിയായിരുന്നു കേട്ടോ. ഏകദേശം എല്ലാ വെറൈറ്റി പിസ്സകളും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബിഗ് പിസ്സ. രാത്രി ഒരു 11:30 മണിയായിട്ടുണ്ട് സുജി വന്നപ്പോൾ. സുജിക്ക് സുജിൻ്റെ ഫ്രണ്ട്സും അടുത്ത് ഗിഫ്റ്റുകളൊക്കെ കാണിച്ചു തരികയാണ്. കൈ നിറയെ കൂളിംഗ് ഗ്ലാസ്, 3 കൂളിംഗ് ഗ്ലാസ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സുജി വന്നപാടെ സുജി ഷർട്ടൊക്കെ അയച്ച് നല്ല സ്വരി വിഹാരത്തിലേക്ക് അങ്ങോട്ട് കടന്നുണ്ട്. അതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാത്തത്. പിന്നെ കുളിച്ച് വന്നപ്പോൾ ഞാനിതാ കുത്തിന് പിടിച്ച് ഞാൻ ഉണ്ടാക്കി പായസം കൊടുക്കുകയാണ്. രാത്രി ഒരു 12:30-1 മണിക്ക് പായസം കുടിക്കാനുള്ള സുജിൻ്റെ ഗതികേടുകൾ ആലോചിച്ച് നോക്കണം. പക്ഷെ സുജി അതൊക്കെ കുടിച്ച് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം. നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് 1 കപ്പും കൂടി കൊടുക്കാം അല്ലേ. കുടിച്ച് ബോധം കെട്ടങ്ങോട്ട് ഉറങ്ങട്ടെ. അപ്പം ശരി, ബൈ.